തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നടന്ന പ്രസിദ്ധമായ സംയുക്ത കുരിശിന്റെ വഴി വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിലൂടെ ഭക്തിനിർഭരമായ കുരിശിന്റെ വഴി നടന്നത്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നാരംഭിച്ച് ദേവാലയ അങ്കണത്തിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലായിരുന്നു നഗരം ചുറ്റിയുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണം ക്രമീകരിച്ചത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമേത്രാൻമാർ തോമസ് തറയിൽ എന്നിവർ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. 3 റീത്തുകളിൽ നിന്നുള്ള വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും പ്രദക്ഷിണത്തിൽ ഭാഗഭാക്കായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരും സംയുക്ത കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ വികാരി മോൺസിഞ്ഞോർ വിൽഫ്രഡ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വമേകി.